വലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്വഹീഹുൽ ബുഖാരി സബക്ക് 10. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഹിർഖ രാജാവിൻ്റെ വലിയ ചരിത്രമാണ് നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബാക്കി നമുക്ക് നോക്കാം. ഫഖാല തർജുമാനി, ഹിർഖ രാജാവ് പരിഭാഷകനോട് പറഞ്ഞു, കുല്ലഹു, അബൂ സുഫിയാനോട് നീ പറയുക, അഥവാ അബൂ സുഫിയാന് തർജ്ജമ ചെയ്തു കൊടുക്കുക. എന്ത്? സഅൽതുക, നിന്നോട് ഞാൻ ചോദിച്ചു അബൂ സുഫിയാനെ, അൻ നസബിഹി, ആ മുത്തനബിയുടെ നസബിനെ കുറിച്ച്, തറവാടിനെ കുറിച്ച് നിന്നോട് ഞാൻ ചോദിച്ചില്ലേ? അപ്പോൾ ഫതക്കർത്ത, അപ്പോൾ നീ പറഞ്ഞു, അന്നഹു ഫീക്കും തു നസബിൻ, തീർച്ചയായും ആ മുത്തനബി നിങ്ങളുടെ കൂട്ടത്തിൽ വലിയ തറവാടുടേവരാണ്, വലിയ തറവാട്ടുകാരനാണ് നീ പറഞ്ഞില്ലേ? ഫകദാലിക, ഇപ്രകാരം പോലെ തന്നെയല്ലേ റസൂൽ പ്രവാചകന്മാർ തുബഅസു, അവർ നിയോഗിക്കപ്പെടും, ഫി നസബി ഖൗമിഹ, അവരുടെ ആ കോമിൻ്റെ തറവാടിലായ നിലക്ക്. മുൻകഴിഞ്ഞ പ്രവാചകന്മാർക്ക് വലിയ വലിയ തറവാട്ടുകാരായിട്ടാണ് നിയോഗിക്കപ്പെട്ടത്. അതുപോലെയല്ലേ ഈ മുത്തനബി നിയോഗിക്കപ്പെട്ടത്? വസഅൽതുക, എന്നോട് ഞാൻ ചോദിച്ചു, അൽ കാല അഹദു മിൻകും ഹാദൽ കൗല, നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഈ കൗലിനെ, ഈ പ്രസ്ഥാനത്തിന്, ഈ ദീനിനെ വല്ല പറഞ്ഞൊരുത്തനുമുണ്ടോ? അൽ കാല അഹദു മിൻകും, നിങ്ങളുടെ കൂട്ടത്തിൽ വലിയൊരുത്തനും പറഞ്ഞിട്ടുണ്ടോ ഹാദൽ കൗല, ഈ പ്രസ്ഥാനത്തിനെ? അപ്പോൾ ഫതക്കർത്ത, അപ്പോൾ നീ പറഞ്ഞു, അല്ല, ഇല്ല എന്ന് അബൂ സുഫിയാൻ പറഞ്ഞ്. ഫഖുൽതു, ഞാൻ പറയുന്നു, ലൗ കാന അഹദുൻ ഖാല ഹാദൽ കൗല, ഈ പ്രസ്ഥാനത്തിന് വലിയൊരുത്തനും പറഞ്ഞിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഖബലഹു, ഇതിൻ്റെ മുമ്പ്, എന്നാൽ ലഖുൽതു, ഞാൻ പറയുമായിരുന്നു, റജുലുൻ, ഇദ്ദേഹം ഒരു മനുഷ്യനാണ്, യഅ്തസി, അദ്ദേഹം പിൻപറ്റുന്നു, ബി ഖൗലിൻ ഖീല ഖബ്ലഹു, ഇതിനു മുമ്പ് പറയപ്പെട്ട ഖൗലിനോട് പിൻപറ്റുന്ന ഒരു മനുഷ്യനാണ് ഞാൻ പറയുമായിരുന്നു. ഇതങ്ങനെ ഇതിനു മുമ്പ് പറഞ്ഞിട്ടില്ല. മനസ്സിലായ അബൂ സുഫിയാനെ? ഫസഅൽതുക, നിന്നോട് ഞാൻ ചോദിക്കുന്നു, അൽ കാന മിൻ ആബാഇഹി, അദ്ദേഹത്തിൻ്റെ പിതാക്കന്മാരുടെ കൂട്ടത്തിലുണ്ടോ മിൻ മരിക്കിൻ, വല്ല രാജാക്കന്മാരോ വല്ല സ്ഥാനത്തിരിക്കുന്നവരോ വലിയ രാജാക്കന്മാരുണ്ടോ നിന്നോട് ചോദിച്ചില്ലേ? അപ്പോൾ ഫതക്കർത്ത, അപ്പം നീ പറഞ്ഞു, അല്ല, ഇല്ല എന്നല്ലേ പറഞ്ഞത്? കുൽത്തു, ഞാൻ പറയുന്നു, ഫലോ കാന മിൻ ആബാഇഹി, അദ്ദേഹത്തിൻ്റെ പിതാക്കന്മാരുടെ കൂട്ടത്തിലുണ്ടായിരുന്നുവെങ്കിൽ, മിൻ മരിക്കിൻ, വലിയ രാജാക്കന്മാരുണ്ടായിരുന്നുവെങ്കിൽ, കുൽത്തു, ഞാൻ പറയുമായിരുന്നു, റജുലുൻ, ഇതേ ഒരു മനുഷ്യനാണ്, യത്തുലബു മുൽക്ക അബീഹി, അദ്ദേഹത്തിൻ്റെ രാജാധികാരത്തെ, വലിയ സ്ഥാനത്തെ തേടുന്ന ഒരാളാണെന്ന് ഞാൻ പറയുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ പിതാക്കന്മാരുടെ കൂട്ടത്തിൽ വലിയ രാജാക്കന്മാരൊന്നും ഇല്ല നിങ്ങൾ പറഞ്ഞത് അബൂ സുഫിയാനെ? ഹിർഖ രാജാവ് പറഞ്ഞു കൊടുക്കുകയാണ്, ഞാൻ പറഞ്ഞു കൊടുക്കുകയാണ്. മനസ്സിലായോ? വസഅൽതുക, നിന്നോട് ഞാൻ ചോദിച്ചു, അൽ കുന്തും തത്തഹിമൂനഹു ബിൽ കദിബി, ആ നിങ്ങളുടെ കൂട്ടത്തിൽ കദിബ് കൊണ്ട്, കളവ് കൊണ്ട് ആ മുത്തുനബിയെ വലിയ തെറ്റിദ്ധാരണങ്ങൾക്കുണ്ടോ എന്ന് നിന്നോട് ഞാൻ ചോദിച്ചു. കബുല യക്കൂലമാക്കാല, ഇദ്ദേഹം ഈ പറയുന്ന വാക്ക് പറയുന്നതിന് മുമ്പ്, ഇപ്പോൾ പറഞ്ഞ വാക്ക് ഏതായാലും നിങ്ങൾ കദിബ എന്ന് പറയുന്നു, അതിൻ്റെ മുമ്പ് വല്ല കദിബും പറഞ്ഞിരുന്നോ അല്ലെങ്കിൽ വല്ല തെറ്റിദ്ധാരണ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഫതക്കർത്ത, അപ്പോൾ നീ പറഞ്ഞു, അല്ല, ഇല്ല എന്നല്ല അബൂ സുഫിയാനെ പറഞ്ഞത്? ഫഖദ്, തീർച്ചയായും, ആരിഫു, ഞാൻ മനസ്സിലാക്കുന്നു, ഞാൻ അറിയുന്നു, അന്നഹു ലം യകുൻ ലിയദറൽ കദിബ അലന്നാസ്, തീർച്ചയായും ജനങ്ങളുടെ മേൽ കളവിനെ ഒഴിവാക്കിയിട്ടുമില്ല, വയക്കദിബ അലല്ലാഹ്, അള്ളാഹിൻ്റെ മേൽ കളവ് അറിയുക, അത് നടക്കും. ജനങ്ങളുടെ മേൽ കളവൊന്നും പറയണില്ല ഈ മുത്തുനബി, ഈ മുഹമ്മദ് എന്ന പേരുള്ള വ്യക്തി, എന്നിട്ട് അള്ളാഹിൻ്റെ മേൽ കളവ് അറിയുക, അത് പോസിബിളാണോ അബൂ സുഫിയാനെ? ആര് പറയാണ്? ഹിർഖ രാജാവ് തർജുമാന് പറഞ്ഞു കൊടുക്കുക, പരിഭാഷണം പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ വസഅൽതുക, നിന്നോട് ഞാൻ ചോദിക്കുന്നു, അഷ്റഫുന്നാസി ഇത്തബഊഹു, ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഷറഫുള്ളവരാണ്, മാന്യതയുള്ളവരാണോ ഈ മുത്തുനബിയെ പിൻപറ്റുന്നത്? അം ദുഅഫാഉഹും, അതല്ല ആ ദുർബലന്മാരാണോ പിൻപറ്റുന്നത്? അപ്പോൾ ഫതക്കർത്ത, അപ്പോൾ നീ പറഞ്ഞത്, അന്ന ദുഅഫാഉഹും ഇത്തബഊഹു, ജനകൂടത്തിൽ ദഈഫീങ്ങൾ, പാവപ്പെട്ടവരാണ് ഈ മുത്തുനബിയെ പിൻപറ്റുന്നതല്ലേ പറഞ്ഞത്? വഹും അത്ബാഉ റസൂൽ, അവരാണ് റസൂലെ പിൻപറ്റുന്നവർ. ആര്? ദഈഫീങ്ങൾ, പാവപ്പെട്ടവരാണ്. അല്ല, മൗലാലിമാർ ആരെ പിൻപറ്റൂല? ഈ പ്രവാചകന്മാരെ പിൻപറ്റൂല. അത് കഴിഞ്ഞിട്ട് വീണ്ടും ചോദിക്കുക, വസഅൽതുക, നിന്നോട് ഞാൻ ചോദിച്ചില്ലേ, ആ യസീദൂന അം യൻഖുസൂന, അവർ ഏറുകയാണ്, അവർ കുറയുകയാണോ എന്ന് ചോദിച്ചില്ലേ? ഫതക്കർത്ത, അപ്പം നീ പറഞ്ഞു, അന്നഹും യസീദൂന, തീർച്ചയായും അവർ ഏറുകയാണ്, ആളുകൾ ഇങ്ങനെ ഏറുകയാണ്. വകദാലിക, ഇപ്രകാരം പോലെ തന്നെയല്ല അംറുൽ ഈമാൻ, ഈമാൻ്റെ കാര്യപ്രകാരം പോലെ തന്നെയല്ല അത്തയത്തിമ, അത് പൂർണ്ണ ദിശയിലെത്തുന്നത് ദീന് പൂർണ്ണമാകുന്നത് വരെ, ആ പൂർണ്ണ ദിശയിലെത്തുന്നത് വരെ ജനങ്ങളിങ്ങനെ ഏറിക്കൊണ്ടിരിക്കൂലേ?
ഫസഅൽതുക എന്നോട് ഞാൻ ചോദിച്ചു ആ യർത്തത്തു അഹദുൻ വല്ലൊരുത്തനും തെറിച്ചു പോകുന്നുണ്ടോ സഖതൻ ലിദീനിഹി ബഅദ അയ്യദ്ഖുല ഫീഹി ദീനിൽ പ്രവേശിച്ചതിൻ്റെ ശേഷം ദീനിനെ വെറുത്ത കാരണമായി ദേഷ്യം പിടിച്ച കാരണമായി വലിയൊരുത്തനും ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നുണ്ടോ, ഇസ്ലാമിൽ തെറിച്ചു പോകുന്നുണ്ടോ, ഇസ്ലാമിനെ ഒഴിവാക്കി പോകുന്നുണ്ടോ? അപ്പോൾ ഫതക്കർത്ത അപ്പോൾ നീ പറഞ്ഞത് അല്ല ഇല്ല എന്നല്ലേ അബൂ സുഫിയാനെ? വക്കദാലിക ഇപ്രകാരം പോലെ തന്നെയല്ലേ ഈമാനിൻ്റെ അവസ്ഥ അങ്ങനെ തന്നെയല്ലേ? ഹീന തുഖാലിത്തു ബശാശത്തുഹു അതിൻ്റെ ശോഭ, അതിൻ്റെ പ്രസന്നത ശോഭ കൂടിക്കലരുന്നത് വരെ അൽ ഖുലൂബ് ഹൃദയത്തിനോട്. ഇങ്ങനെ തന്നെയല്ലേ അവസ്ഥ? ആരെങ്കിലും ദീനിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ദീനിൽ നിന്ന് പുറത്തു പോവോ? ഇല്ലല്ലോ. വസഅൽതുക നിന്നോട് ഞാൻ ചോദിച്ചു അൽ യഅ്ദിറു അദ്ദേഹം വഞ്ചിക്കാറുണ്ടോ? ഫതക്കർത്ത അപ്പോൾ നീ പറഞ്ഞു അല്ല ഇല്ല എന്നല്ലേ അബൂ സുഫിയാനെ? വകദാലിക പ്രകാരം പോലെ തന്നെയല്ലേ റസൂൽ പ്രവാചകന്മാരൊക്കെ ലാ തഅ്ദിറു അവർ വഞ്ചിക്കൂലല്ലോ. വസഅൽതുക നിന്നോട് ഞാൻ ചോദിച്ചു ബിമാ യഅ്മുറുക്കും എന്തുകൊണ്ടാണ് നിങ്ങൾ കൽപ്പിക്കുന്നത്? ഫതക്കർത്ത അപ്പോൾ നീ പറഞ്ഞു അന്നഹു യഅ്മുറുക്കും അൻ തഅ്ബുദുല്ലാഹ വലാ തുശ്രികു ബിഹി ഷൈഅൻ തീർച്ചയായും നിങ്ങളോട് കൽപ്പിക്കുന്നു അള്ളാഹ്ക്ക് ഇബാദത്ത് എടുക്കണം, ഒരു ഷൈഇനും അള്ളാഹിനോട് പങ്കു ചേർക്കൂല. വയന്നഹാക്കും അൻ ഇബാദത്തിൽ അവസാൻ ബിംബങ്ങളെ ഇബാദത്തെടുക്കലിനെ തൊട്ട് നിങ്ങളെ വിലക്കുന്നു. വയമുറക്കും നിങ്ങളോട് കൽപ്പിക്കുന്നു ബിസ്വലാത്ത് നിസ്കാരം കൊണ്ടും മുസദിക്കി സത്യസന്ധത കൊണ്ടും വല അഫാഫി നല്ല നടപ്പ് കൊണ്ട് കൽപ്പിക്കുന്നു. ഇതൊക്കെയല്ലേ നിങ്ങൾ പറഞ്ഞത്? ഇൻഷാ അല്ലാഹ് നൽകട്ടെ. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.